ചോദ്യങ്ങളാണ്. ധൈര്യമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയും എന്നാൽ ഇവിടെ വരാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്ത രണ്ടുപേരുടെ 2 ചോദ്യങ്ങളാണ്. അതായത് ഇപ്പോ സലഫി സൂചിപ്പിച്ചതുപോലെ ഷിർക്കിന്റെ ഒരുപാട് വശങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും, എന്നാൽ ആ പ്രാർത്ഥന നേർച്ച മറ്റുള്ളവരോട് അർപ്പിക്കാൻ പാടില്ല എന്നും, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് ചെയ്തതെങ്കിൽ പോലും അത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എങ്കിൽ KNM അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ലല്ലോ. വിഷയം പറയാൻ കാരണം, വിജനമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരുമായിക്കോട്ടെ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും, മാത്രമല്ല അത് ഇബ്നു കസീർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല, ഇസ്ലാഹിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം? ഇതിൽ ശിർക്കുണ്ടോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിജനമായ സ്ഥലത്ത് ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പ്രസ്തുത റിപ്പോർട്ട്. ആ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ശിർക്കാണ്. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിഗാസ ചെയ്യുന്നത് അതും ശിർക്കാണ്. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ റസൂലുള്ളാഹി ഒരിക്കലും ദുആ യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നത് അവരോടുള്ള ദുആ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്ന്. രണ്ടാമത്തേത്, ഈ റിപ്പോർട്ടിന്റെ സനദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായ ഒരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ മണ്ടിയേരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്തുണ്ടാകുക. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. ഇത്ര മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിന്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്കറിയോ അവിടെ ആരെങ്കിലും മനുഷ്യന്മാരും ഇല്ല, അവിടെ ജിന്നുകൾ മാത്രമേ ഉള്ളൂ. അപ്പം വിജനമായി കിടക്കുന്നിടത്ത് ഇത് ജിന്നാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ്, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് ജിന്നുള്ള സ്ഥലം നേടത്ത് എന്ന് നിർണയിക്കാൻ പറ്റുക? പൊതുവെ അവര് ഇന്നിടങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു നിലപാടല്ലാതെ ഇപ്പൊ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് താമസിക്കുന്ന സ്ഥലം, വീട് നമ്പർ, അതേപോലെ തന്നെ പിന്നെ ഫ്ലാറ്റുകള്, പിന്നെ ബാച്ചിലേഴ്സ്, ഫാമിലികള്, പിന്നെ കോട്ടേജുകള്, അതേപോലെ കൊട്ടാരങ്ങള്, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങള് എവിടെയെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. മറ്റേതാർക്കെങ്കിലും കൂടെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ അത് അവർ തന്നെയാണ് എന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇത് അവരോടുള്ള തേട്ടവുമാണ്, അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിന് എന്തില്ല? യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്ത് പറയുന്നത്. പിന്നെ ഇവിടെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വിഭാഗം മാത്രം
മാത്രമാണ് എന്ന് പരിമിതപ്പെടുത്താൻ ഒരു റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഇബാദല്ലാ എന്ന് പറഞ്ഞ പദപ്രയോഗം അള്ളാന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ അത് ഇവർ മാത്രാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. മലായികത്താണ് എന്ന് വന്ന റിപ്പോർട്ടുകളുണ്ട്, ജിന്നും അതിൽ ഉൾപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട്. അറിയാത്ത മനുഷ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടും യാ ഇബാദല്ലാ എന്ന് വിളിക്കാം എന്നതിലും പക്ഷാന്തരം ഇല്ല എന്നർത്ഥം. ആ ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ഇങ്ങനെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ഒരാളും കാണുന്നുമില്ല, വിജനമായ ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് യാ ഇബാദല്ലാ അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കി എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. പിന്നെ ആ പറഞ്ഞ കൂട്ടത്തിൽ ഇബ്നു കസീറിൽ മാത്രമല്ല അൽ ഇസ്ലാഹിലും എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അൽ ഇസ്ലാഹിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അൽ ഇസ്ലാഹിലെ പദപ്രയോഗത്തിൽ വന്നിട്ടുള്ള തെറ്റ് അൽ ഇസ്ലാഹിൽ അത് എഴുതിയിട്ടുള്ള വ്യക്തി തിരുത്തിയത് അതിന്റെ ശേഷമുള്ള ലക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതും കൂടിയാണ് വായിച്ചാൽ അൽ ഇസ്ലാഹിലുണ്ട് എന്നുള്ള പ്രശ്നം അവിടെ അവസാനിക്കും. ആ ലേഖനം എഴുതിയ ആള് തന്നെ അതിനെ തിരുത്തും എഴുതിയിട്ടുണ്ട് എന്നർത്ഥം. ഇനി ഒന്നുകൂടി ഞാൻ പിന്നെ ഈ കാര്യം ക്ലിയർ ആകാൻ വേണ്ടി പറയാം. ഹാജറ, ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഹാജറ ബീവി ഇങ്ങനെ ഇസ്മായിൽ വെള്ളത്തിന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള വെള്ളം തീർന്നിട്ട് വെള്ളം തേടി പോവുക. അങ്ങോട്ടൊന്ന് ഓടി സൊഫന്റെ മുകളിൽ, അവിടെ ഒന്നും കാണുന്നില്ല. അവിടുന്ന് ഇറങ്ങി നേരെ മറുവന്റെ അടുക്കലേക്ക്. അവിടെ ചെന്ന് നോക്കി, അവിടെയില്ല. ചുറ്റുഭാഗം നോക്കി, ആരും കാണുന്നില്ല. കുട്ടിന്റെ അടുക്കലേക്ക് ഒന്ന് വരും, പിന്നെ അങ്ങോട്ടോടും, പിന്നെ ഇങ്ങോട്ടോടും. ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ, ഒന്നും കാണുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോ ഹാജറ പറഞ്ഞു, അഗിസ് അഗിസ് ഇൻ കാന ഇൻദക ഖൈർ. ആ ശബ്ദത്തിനോടായിട്ടാണ്, നിന്റെ അടുക്കൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ ലേശം വെള്ളം തന്ന് ഇന്നൊന്ന് സഹായിക്കണം, ഈ കുട്ടി ദാഹിച്ച് പരവശനായി കിടക്കുകയാണ് എന്ന്. പിന്നെ ആ ശബ്ദത്തിന്റെ നേരെ തിരിഞ്ഞു നോക്കുമ്പോ മലക്ക് ജിബ്രീൽ അതാ ഇതിന്റെ കാലടി വന്നിടത്ത് അവിടുന്ന് പിന്നെ വെള്ളം വരുന്നു, ഉറവ വരുന്നു. അപ്പൊ ജിബ്രീലിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് ഇതെടുക്കാമോ? എന്നാൽ ഇതിന് മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടോ? ആഗിസ്. അവിടെ ഉദ്ദേശിച്ചത് ആരെയാ? ആഗിസ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മഹാത്മാക്കളെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് യാഥാസ്ഥികരായ ചില പണ്ഡിതന്മാര് ഇതും തെളിവിന് ഉദ്ധരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അവിടെ ഹാജറയുടെ അഗീസ് എന്നത് ആരെങ്കിലും ആവാം, ആരാണെങ്കിലും ശരി. എനിക്കിവിടുന്ന് വെള്ളം കിട്ടണം, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ ശബ്ദത്തിന്റെ നേരെ അവിടുന്ന് തിരിഞ്ഞിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ. ഇവിടെ തന്നെ ഇരുന്നിട്ട് മരിച്ചവരോട് ചോദിക്കാനാണെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ. പിന്നെ ജിന്നിന്റെ സഹായം കിട്ടാൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ ജിന്നിന്റെ സഹായം കിട്ടുള്ളൂ എന്നാണോ സഹായം കിട്ടുമെന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം? അതിലും അർത്ഥമില്ലാത്തതാണ്. അപ്പൊ ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നതിനുള്ള തെളിവല്ല. മരിച്ചുപോയ ആളുകളോടോ ജീവിച്ചിരിപ്പുള്ള ആളുകളോടോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന അതാണ് ശിർക്ക്. അത് ഇതിൽ വരുന്നില്ല എന്നർത്ഥം. വളരെ ക്ലിയറായി. ഞാൻ ഇടപെട്ടു എന്ന് പറയണ്ട, നിങ്ങൾ ഒന്നും കൂടി പോയിട്ട് ആവർത്തിച്ച് കേട്ടോളി. എന്തൊക്കെ അദ്ദേഹം ഇപ്പൊ ഇതിപ്പോ ശിർക്കാനാണ് പരവാദം. ഇപ്പോ മഞ്ചേരിയിലൊക്കെ ഇടവണ്ണ മുഖാമുഖം നടത്തിയവര്, മുഖാമുഖ നാടകം രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 1 മണിയായിട്ടും തീരുന്നില്ല. അവസാനം അബ്ദുറഹ്മാൻ സൽഫി അലറുകയാണ്, മുഹദ്ദിസേ പഠിച്ചു വെച്ചോ, വിജനപ്രദേശത്ത് അള്ളാനെ വിളിക്കണ്ട്, എന്നാ ഹദീത്ത് പിടിച്ചോ, ആയത്ത് പിടിച്ചോ. ഹുൽമൻ യുനജ്ജിക്കും ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹരി, കടലിലും കരയിലുമുള്ള ദുലുമാത്തിൽ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നവൻ ആരാണ്? അപ്പൊ നമ്മൾ വിജനപ്രദേശത്ത് വെച്ച് അല്ലല്ലാത്തവരെ വിളിക്കാന്ന് പറയുന്നുണ്ട്. കടലില് അന്ധകാരങ്ങളിൽ അല്ലല്ലാത്തവരെ വിളിക്കാൻ നമ്മൾ പറയുന്നുണ്ട്. സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക. ഞാൻ അഹമ്മദ് മദനി ആയത്തിങ്ങനെ ജിന്നും കേൾക്കൂല മലക്കും കേൾക്കൂല. അപ്പൊ നമ്മളിപ്പോ ജിന്ന് കേൾക്കും, പിന്നെ ഉത്തരം ചെയ്യുന്നു, നമ്മൾ പറയുന്നതിന് വരുത്തി തീർക്കാം. പിന്നെ ജിന്നിനോട് സഹായം തേടാൻ പാടില്ല എന്ന് പറഞ്ഞ അറബി ശൈഖന്മാരുടെ കുറെ ഫത്വ ഇങ്ങനെ വായിക്കാം. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാർ ഇവിടെ ആരൊക്കെ ഇപ്പൊ ജിന്നിനോട് തേടണോലുണ്ട് കേട്ടാ.
ജിന്നോട് സഹായം ചോദിക്കൽ തുടങ്ങിയിട്ടോ എന്ന് പൊതുവെ തെറ്റിദ്ധരിപ്പിക്കുക. ആട്ടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ജൂതതന്ത്രമാണ് അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടരും ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഖുറാഫികളുടെ അതേ തന്ത്രം. വഹാബികൾക്ക് നബിയോട് സ്നേഹമില്ല ആൻ പറഞ്ഞേക്കും. എന്നിട്ട് നബിയോട് സ്നേഹം വേണമെന്നുള്ള ഇത് ആയത്തും ഹദീസും ഇങ്ങനെ ഓതും. കണ്ടോ, ആയത്ത് പഠിച്ചോ വഹാബി, ഹദീസ് പഠിച്ചോ വഹാബി, സഹാബി നബിയെ സ്നേഹിച്ചത് കണ്ടോ. കുറേ അതിനെ പറ്റി വേണം. പിന്നെ പറയും വഹാബികൾ ശഫാഅത്തിനെ നിഷേധിക്കുന്നു, പരലോകത്ത് ശഫാഅത്തില്ല, അതാണ് വഹാബികൾ പറയുന്നത്. എന്നാ പഠിച്ചു വെച്ചോ വഹാബി, ബുഖാരിയിലെ ഹദീസ് ദാ എന്നിട്ട് ശഫാഅത്തിന്റെ ഹദീസ്. ഈ തന്ത്രമാണ് ഇപ്പോൾ അഹമ്മദ് അലി മദനിയും അബ്ദുറഹ്മാൻ സലഫിയും അതുപോലെ ഹനീഫ് കായക്കൊടി അനസും ഒക്കെ ഇപ്പൊ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും മുജാഹിദ് കേരളത്തിൽ വില പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമൊന്നുമല്ല, ഇതൊന്നും ഞാൻ വിളിച്ചിട്ട് വന്ന ആളുകളുമല്ല. ഇത് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രശ്നമാണ്. ഈ ആദർശത്തെ നിങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ്. നിങ്ങൾ തന്നെ 2009 പറഞ്ഞതാണല്ലോ ഇപ്പൊ കേട്ടത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇപ്പോ പുറത്താക്കാനും അകത്താക്കാനും ഒക്കെ അധികാരമുള്ള ആളാണ് ഇപ്പൊ പറഞ്ഞത്. ചോദ്യം എന്താ? അബ്ദുറഹ്മാൻ ചോദിച്ചത് എന്താ? അള്ളാന്റെ അടിമകളേന്ന് വിജനമായ സ്ഥലത്ത് വെച്ചിട്ട് ജിന്നാകട്ടെ മലക്കാകട്ടെ സഹായിക്കൂന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിൽ ശിർക്കുണ്ടോ എന്നാ ചോദിച്ചു. ശിർക്കില്ല എന്നാ മൂപ്പര മറുപടി. അപ്പൊ 2009 ഇസ്ലാമിൽ അതിൽ ശിർക്കില്ല, ഇപ്പൊ ശിർക്കുണ്ട് എന്നാ പറയണത്. അതിനു മൂപ്പർ പറഞ്ഞ പോയിന്റുകൾ എന്താ? ആ പോയിന്റ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഇതിൽ ദുആ ഇല്ല, ദുആ ആണെങ്കിലേ ശിർക്കാകുള്ളൂ. അതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത്. നമ്മൾ ആ പോയിന്റ് മേലെ എപ്പോഴും നിൽക്കണത്. ഇപ്പൊ അവര് പറഞ്ഞത് ദുആ ആണ്. മനസ്സിലാക്കണം, ഇത് ദുആ ഇല്ല എന്ന അന്ന് പറഞ്ഞ പോയിന്റിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ തൗഹീദിൽ നമ്മൾ നിൽക്കുകയാണ്. ഇവര് പറയണം ഇപ്പൊ അതിൽ ദുആ ഉണ്ട് എന്ന് പറയണം. രണ്ടാമത് മൂപ്പര് പറഞ്ഞതിന്റെ സനദിന് ന്യൂനത പറഞ്ഞിട്ടുണ്ട്. ഇനി സനതൊന്നും നോക്കാതെ തന്നെ പറയാ ഇതിലൊരു വിളിച്ചു പ്രാർത്ഥനയില്ല. ഒരു അപകടഘട്ടത്തിൽ പോണ ഓടി വരണേന്ന് പറയല്ലേ, മണ്ടിയൂരിയോ അതുപോലെ ഉള്ളൂ, അപ്പൊ വിളിച്ചു പ്രാർത്ഥന ഇല്ല. പിന്നെ മൂപ്പര് പറയാണ് സനദിന്റെ വിശദാംശം നോക്കാതെ തന്നെ പറയാം. എന്താ അതിന്റെ അർത്ഥം? സനദിൽ ദഅഫ് ഉണ്ടെങ്കിലും മതനിൽ ശിർക്കില്ല. മനസ്സിലായില്ലേ? അതാണ് സലഫി പണ്ഡിതന്മാരുടെ നിലപാട്. ഇയാൾ സലഫിയായ കാലത്ത് പറഞ്ഞത്, ഇപ്പൊ ഇയാൾ മടവൂരിയായിപ്പോയി, അക്കലാനിയായിപ്പോയി. ഇനി കേട്ടോ, ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല അല്ല. ഇപ്പൊ പറയണതോ ആണ് ആണ്, അല്ല എന്ന് പറഞ്ഞാൽ പുറത്താക്കുന്നു. കണ്ടോ? മാത്രല്ല ഇബാദല്ലാ എന്ന് പറഞ്ഞ ജിന്നുകൾ മാത്രമാണെന്ന് പറയാൻ പറ്റൂല, പരിമിതപ്പെടുത്താൻ കഴിയില്ല. മലക്കാണെന്നും പറയാ, ജിന്നും അതിൽ ഉൾപ്പെടും എന്ന്. പിന്നെ മൂപ്പര് ഖുറാഫികൾക്ക് രേണി വെച്ചു കൊടുത്തു. അറിയാത്ത മനുഷ്യന്മാരും ആകാം. അറിയാത്ത മനുഷ്യന്മാരുടെ ഖുറാഫികളുടെ റിജാലുൽ ഗൈബ, അത് പറയാൻ നിൽക്കണ്ട, അത് ഖുറാഫികൾക്ക് ഏണിയാ. കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായതേട്ടേ ഇതിലുള്ളൂ. കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുണ്ടെങ്കിലേ എന്താകുള്ളൂ? ശിർക്കാകുള്ളൂ. പിന്നെ ഇസ്ലാഹിലുള്ളത് ലേഖകൻ തന്നെ തിരുത്തി, അത് കളവാണ്. ലേഖകനാര അബ്ദുൽ ജബ്ബാർ മോളിയാണ്, മൂപ്പര് തിരുത്തില്ല, നിങ്ങൾ വേണമെങ്കിൽ തിരുത്തിക്കോളി എന്നാ പറഞ്ഞത്. മാത്രമല്ല അത് തിരുത്തല്ല, പിന്നെന്താ? വിശദീകരണമാണ്. തിരുത്തല്ലത്, വിശദീകരണമാണ്. പിന്നെ മൂപ്പര് പറയാണ്, ഒന്നും കൂടി ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ ഹാജറ ബീവിന്റെ സംഭവം പറയാം. അല്ലേ? ഹാജറ ബീവിന്റെ സംഭവം എന്താ? സഫന്റെയും മറുവിന്റെ ഇടയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. സഫി കയറി നോക്കും, ആരെയും കാണില്ല. മറുവി കയറി ചുറ്റും നോക്കും. ഇന്നത്തെ മാതിരി മക്കത്ത് കെട്ടിറൊന്നുമില്ലല്ലോ, ഓർത്തോട്ട് മറുവി കയറിയ കാണാത്ത സ്ഥലമല്ല. അവിടെ ആരെങ്കിലും ഉണ്ടോ? ഫലം തറ അഹദൻ, ഒരു വ്യക്തിയും കാണാനില്ല. അപ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദത്തിന്റെ നേരെ തിരിഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്? അഗീസ്, നീ എന്നെ സഹായിക്കണം. കണ്ടോ? ഇതിൽ വല്ല പ്രശ്നമുണ്ടോ? യഥാർത്ഥത്തില് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നം. ഒരു ക്ലിയർ ആവാൻ വേണ്ടി പറയാണ്. ആ ശബ്ദത്തോട് പറഞ്ഞു നീ സഹായിക്കണം, നിന്റെ സഹായമുണ്ടെങ്കിൽ എന്ന്. ഇതാണ് കൂട്ടരെ ഞാൻ ഒപ്പിടാത്ത വിഷയം. കേൾ, മനസ്സിലാക്കിക്കോളി. ഇത് ശിർക്കാണെന്നുണ്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കണം, ഇത് ദുആ ഉണ്ട് എന്നിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. എനിക്ക് ഒപ്പിടാൻ പറ്റുമോ? ഇപ്പൊ ഇവരൊക്കെ തൗബ ചെയ്യട്ടെ. ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫി തൗബ ചെയ്തോ? അനസ് ഇപ്പൊ പോയി കരഞ്ഞ്, കള്ളക്കരച്ചിലൊക്കെ കരഞ്ഞ്. അബ്ദുറഹ്മാൻ സലഫി തൗബ ചെയ്തോ? ഇയാൾ തൗബ ചെയ്യട്ടെ. ഇയാൾ മർക്കസ് ദേവന്റെ മുമ്പിൽ പോയി, ഹുസൈൻ മടവന്റെ മുമ്പിൽ പോയി ഏത്തമിടട്ടെ. ഒരു കൂടാരം കെട്ടിക്കോളി മർക്കസ് ദേവന്റെ മുമ്പിൽ. 5 കൊല്ലം ഞങ്ങൾ പറഞ്ഞത് തെറ്റാണ്, 10 കൊല്ലം പറഞ്ഞത് ശിർക്കായിരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് തൗബ ചെയ്തോട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിലുള്ളതാണ്. ഇതന്നെയല്ല അൽ ഇസ്ലാഹിൽ പറഞ്ഞ ഹാജറാബി സംഭവത്തിന്റെ അതേ രൂപത്തിൽ. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തൻ്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ
അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. ഹാജറാബീവിന്റെ സംഭവത്തിന്റെ അതേ തന്നെ. തിരളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്നു, ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. അതല്ല ഹാജറാബീവിക്ക് ഉണ്ടായത്. അശരീരി, ആളെ കാണുന്നില്ല. ഫലം തറാഹദന, ഒരാളെയും കണ്ടിട്ടില്ല. ആ ശബ്ദത്തോടായിട്ടാ പറഞ്ഞത്. അത് മലക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ എങ്ങനെ? നബി പറഞ്ഞുകൊണ്ടല്ലേ. ഹാജറാബീവി ഇത് മലക്കാന്ന് മനസ്സിലാക്കിയെന്നോ? അനസ് മൗലവി സ്ഥലത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ആരാന്ന് ചോദിച്ചു, ഞാൻ ജിബിരിലാന്ന് പറഞ്ഞു. അത് മൂപ്പരെ വാകേ, ഹദീസിലില്ല. ഹദീസിൽ ശബ്ദം കേട്ടു, ശബ്ദത്തിനോടായി പറഞ്ഞു എന്നാ സലഫി പറഞ്ഞത് അല്ലേ. ആ ശബ്ദത്തിനോടായിട്ടാ പറഞ്ഞത്. അങ്ങനെ ശബ്ദം കേട്ടാ ശബ്ദത്തിനോടായി പറഞ്ഞാൽ ശിർക്കാന്നപ്പം ഇവർ പറയണത്. അപ്പൊ നമ്മൾ രാത്രി ഇങ്ങനെ പോകുമ്പോൾ ഡും 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 ശബ്ദം കേൾക്കണ്. അപ്പൊ ജിന്നാന്ന് മനസ്സിലാക്കണം, എന്നിട്ട് ചോദിക്കണം എന്നാ അവർ പറയണത്. നമ്മളങ്ങനെ പറയണ്ടോ? ഇല്ല. ഹാജറ ബീവി ശിർക്ക് ചെയ്തിട്ടില്ല എന്നാ നമ്മളെ വാദം. ഇവരെ വാദം അനുസരിച്ച് ഇപ്പൊ എന്തായി? ഹാജറ ബീവി ശിർക്ക് ചെയ്തു പറയാൻ കൊള്ളുമോ? നിങ്ങളെ തൗഹീദ് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ കഴിയോ? തൗഹീദിന്റെ നേതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പത്നി ഇസ്മായിൽ നബിയുടെ ഉമ്മ ശിർക്ക് ചെയ്തു എന്ന അത്യന്തം ഗുരുതരമായ വാദത്തിലേക്കാണ് തൗഹീദ് 2012 എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, അങ്ങനെ ശബ്ദം കേട്ട സഹായം തേടാം, അത് തെറ്റല്ല, നമുക്ക് വാദമുണ്ടോ? നമുക്ക് വാദമല്ല, കാരണം നമ്മുടെ ശരീഅത്തിൽ അതില്ല. നമ്മളെ ശരീഅത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്താണ്. ഹാജറാബീവിന്റെ ശരീഅത്ത് ആ കാലത്തുള്ള ശരീഅത്താണ്. പിന്നെ അവരൊരു നബിയല്ല, പിൻപറ്റണമെങ്കിൽ അവർ നബിയാകണ്ടേ? നബിയല്ല, മാതൃക അല്ല. പക്ഷെ അന്നത് തെറ്റായിട്ടല്ല അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവർ ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ വിശദീകരണം ഞാൻ പറഞ്ഞല്ലോ. അർറദ്ദു അലൽ ബക്രി എന്ന ഗ്രന്ഥത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞാണ്. നമുക്കൊന്നും പറയാൻ അറിഞ്ഞൂടാ. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് തെളിവ് നോക്കി പറഞ്ഞു തരിക മാത്രമാണ് വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവരെ പറഞ്ഞിപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, ഇസ്ലാഹിൽ പറഞ്ഞത് ശിർക്കാണ് എന്ന് ഇപ്പോൾ സ്ഥാപിക്കാണ്. എന്നാൽ ഇസ്ലാഹിൽ പറഞ്ഞത് ശിർക്കാണെന്ന് അമ്പലക്കടവും അലിമദനിയും പറഞ്ഞപ്പോ നമ്മൾ ഒരുമിച്ച് മറുപടി കൊടുത്തു, ഇസ്ലാഹിൽ പറഞ്ഞതിൽ ശിർക്കില്ല. അനസ് മൗലവി പറയുന്നു, ഒന്നുകൂടി കേട്ടോളിയും. ഇസ്തിഖാമിൽ ജബ്ബാർ മൗലവിയെ ഇരുത്തി 2009 ന്യായീകരിച്ചു. ഒന്നുകൂടി കേട്ടോളിയും. ഒരു വലിയ കളവ്, ഒരു വലിയ ബഡായി. എന്താ ബഡായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം ഒരു വലിയ ബഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രമല്ല പകലും ജിന്നിനോട് സഹായം ചോദിക്കാനാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ ഒരാൾ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ്. നമ്മുടെ നാടിന്റെ മാതിരി മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്നേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം വെച്ചാല് മരുഭൂമി ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്. ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡും ഇല്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ, വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാലം സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളാനോടുള്ള മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലെന്നാ. ഇപ്പൊ പറഞ്ഞത് അള്ളാനോടും പ്രാർത്ഥിക്കാം, ജിന്നിനോടും പ്രാർത്ഥിക്കാം, പിശാചിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ പറയുന്നു. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവ് ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതോട്ടിങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. പറഞ്ഞെന്താ വെച്ചാല്, അപ്പൊ കുടുങ്ങാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളൂ. ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരന് പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാതെ പറയുന്നത്. കണ്ടോ? ആ വാചകം കോട്ടിവാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബോധികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിന് അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എന്താ തെറ്റതിൽ ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ടാ ചോദിക്കണത്. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ അനസ് മൗലിക്കുള്ള മറുപടിയാ. അനസ് മൗലിക്ക് അനസ് മൗലി തന്നെ മറുപടി പറയാണ്.
മൂപ്പര് പറഞ്ഞു അതിൽ അഭൗതികതയില്ല, കാര്യകാരണബന്ധത്തിന് അപ്പുറത്തില്ല, ശിർക്കില്ല. അപ്പൊ അതൊക്കെ മാറ്റി. അത് കാര്യകാരണബന്ധത്തിന് അകത്താണ്, അല്ല കാര്യകാരണബന്ധത്തിന് അപ്പുറത്താണ്, അത് ശിർക്കാണ്, അതിൽ ദ്വാ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ പുറത്താക്കും. അതാണ്. ഇനി സുഹൃത്തുക്കളെ, നമ്മളിപ്പോ പറഞ്ഞത് ചോദിക്കാൻ പാടില്ല, ഒരിക്കൽ തെളിവില്ല. ആ പറഞ്ഞത് ശിർക്കല്ല. ശിർക്കല്ല എന്ന് പറഞ്ഞാൽ ചെയ്യാന്നർത്ഥമുണ്ടോ? ഇല്ല. മദ്യപാനം ശിർക്കല്ല എന്നാ മദ്യപിക്കാന്നാ? വ്യഭിചാരം ശിർക്ക്? ശിർക്ക് എന്നതിനെ പറ്റി പറയാൻ പാടില്ല. അതിന് അങ്ങനെ ഹുക്കുമ് പറയുകയാണെങ്കിൽ അത് ശിർക്കാകണ്ടേ? ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്ക് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂലല്ലോ. അങ്ങനെ പോയാൽ ഇമാമുകൾ പലരും ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരും. അതതിന്റെ ഗൗരവം. അതുകൊണ്ടാണ് നമ്മളിത് പറയാൻ തയ്യാറാകാതിരുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, വളരെ വേദനയോടുകൂടി ഞാൻ പറയാണ്, നമ്മുടെ അനസ് മൗലവിയൊക്കെ എന്തായിപ്പോയി. അദ്ദേഹം ഇത് തിരുത്താൻ അബ്ദുറഹ്മാൻ സലഫിയുടെ പൊളിറ്റിക്സ് മനസ്സിലാക്കാതെ ഇത്ര കാലം ഈ തൗഹീദിന് വേണ്ടി പ്രബോധനം ചെയ്ത ഈ മടവൂരികൾക്കെതിൽ ഘോരഘോരം ശബ്ദിച്ച ആ നല്ല ഒരു ശബ്ദം, നല്ല ഒരു കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ കൂടെ അനീഫ് കായക്കൊടിയും ഈ അബ്ദുറഹ്മാൻ സലഫിയുടെ കെണിയിൽ വീണ് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ തന്നെ മാറ്റിമറിച്ചു. ഇദ്ദേഹം പറഞ്ഞു എവിടെ എത്തിയെന്നറിയോ? മലക്കിനോട് സഹായം ചോദിക്കാമെന്ന് തന്നെ പറയണം. ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. അപ്പൊ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന നിങ്ങൾ അള്ളയല്ലാത്തവരെ ആരാധിക്കാമെന്നാണ് യഥാർത്ഥത്തിൽ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ശിർക്കാണ്, കുഫ്റാണ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അത് ശൗക്കാനിയെ സംബന്ധിച്ച് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു, എന്താ ശൗക്കാനി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്, തെളിവ് പിടിക്കാം എന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്നാരാ പറഞ്ഞത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നു പോയി, ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പ് എടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. കാണാത്തവരോട് സഹായം തേടാം. അതിനിപ്പോ ആർക്കും തർക്കില്ല. ആർക്കാ തർക്കം? ഒരാൾ കുളിമുറി നിൽക്കുമ്പോ ഭാര്യ അടുക്കളയിലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയില്ല ഭാര്യ ഉള്ളത്, മോളെ ആ ഷോപ്പിംഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഹാജറ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കിക്കേണ്ട കാര്യം ഇല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല, അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല. നേരെ മറിച്ച് കണ്ടുകൊണ്ട് കാണാത്തൊന്നിനോട് സഹായം തേടാമോ ഇല്ലയോ എന്നല്ല നമ്മെ സംബന്ധിച്ച തർക്കം. ഇനി സാക്ഷാൽ മുഹീദ്ദീൻ ശൈഖ് തന്നെ നമ്മൾ അതിനപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ മൈക്കിലൂടെ പറഞ്ഞ മൊയ്തീൻ ശൈഖ് അവിടുന്ന് കേൾക്കുകയാണെന്ന് വിചാരിക്കുക. ഓ മൊയ്തീൻ ശൈഖ് സുഖാണോ, ഒന്നിങ്ങ് വന്ന് മൊയ്ലാർക്കൊന്ന് മറുപടി പറയോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് വാദില്ല. ഇവിടെ കണ്ട് കാണാൻ കഴിയാത്ത ആ പരിധിയിൽ, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ആ വ്യക്തിയുണ്ട്. എങ്കിൽ അയാളോട് ചോദിക്കാം. ഇനി മൂസ മുസ്ലിയാർ തന്നെ പുറത്തേക്ക് പോയി, മൂസ മുസ്ലിയാരെ നിങ്ങൾ പോവുകയാണോ എന്ന് നിങ്ങളെ കാണാതെ ഞാൻ വിളിച്ചു ചോദിച്ചാൽ മൂസ മുസ്ലിയാർ പുറത്തുനിന്ന് ഉത്തരം നൽകിയാലും ഇല്ലെങ്കിലും അതിലൊരു തെറ്റുമില്ല, ഒരു കുറ്റവുമില്ല. അത് ഷൗക്കാനി പറഞ്ഞു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് കേട്ട് പഠിക്കണം. ചോദ്യം ചോദിക്കാൻ മാത്രമല്ല, നിങ്ങൾ ഉത്തരം കൂടി കേൾക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അതുപോലെ പടപ്പുകളോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അല്ലാത്തൊരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇത് അടിസ്ഥാനപരമായ കാര്യമാണ്. രണ്ടു തരത്തിലുണ്ട് കാര്യം. ഒരു കാര്യം കൂടി ക്ലിയർ ആക്കിക്കോ, രണ്ടു തരത്തിലുണ്ട് കാര്യം. ഒന്ന്, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അത് പടപ്പുകളോട്
മർഹൂമിനോട് ചോദിക്കാൻ പറ്റൂല, ഒരു ജിന്നിനോടും ചോദിക്കാൻ പറ്റൂല, ഒരു മലക്കിനോടും ചോദിക്കാൻ പറ്റൂല, ഒരു മനുഷ്യരോടും ചോദിക്കാൻ പറ്റൂല. അള്ളാഹുവോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്നാൽ മനുഷ്യരോട് ചോദിക്കാവുന്ന കാര്യങ്ങളുണ്ട്, അത് മനുഷ്യരോട് ചോദിക്കാം. മനുഷ്യരോട് ചോദിക്കേണ്ട കാര്യം മനുഷ്യരോട് ചോദിക്കാം, അള്ളാഹ് അനുവദിച്ച പരിധിയിൽ നിന്നുകൊണ്ട്. ഞാൻ മൂസ മുസ്ലിയാട് കാണുകയാണ്, ആ ഒരു 10 രൂപ തരൂ, മൂസ മുസ്ലിയാർക്ക് തരാൻ കഴിയും പോക്കറ്റ് നിരത്ത്, അത് ചോദിക്കാം, അനുവദനീയമാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞ ആ പരസ്പരമുള്ള സഹായം അതിന്റെ പരിധിയിൽ വരുന്നതാണ്. എന്നാൽ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അതൊരിക്കലും പടപ്പിനോട് ചോദിക്കാൻ പാടില്ല. അത് നിങ്ങൾ അമ്പിയാക്കന്മാരോട് ചോദിക്കുകയാണ്, ഔലിയാക്കന്മാരോട് ചോദിക്കുകയാണ്, അതുപോലെ ജിന്നുകളോട് ചോദിക്കുകയാണ്, സ്വാലിഹുകളായ ജിന്നുകളോട് നിങ്ങൾ ചോദിക്കുകയാണ്, അത് ശിർക്കാണ്, അത് കുഫ്റാണ്. ഇതാണ് ഞങ്ങളുടെ വാദം. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ശൗക്കാനി മുശ്രിക്കാണോ അല്ലേ, അയാളുടെ ഏത് ജാതിപ്പെട്ട ആളാണ്, താലൂക്ക് ഓഫീസിൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.